ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഡ്രീം കേക്ക് കഴിക്കാനായിട്ട് ഒരാഗ്രഹം തോന്നി. അപ്പോൾ ബോക്സ് തുറന്നു കഴിഞ്ഞപ്പം ബോക്സിനുള്ളിൽ ഒന്നുമില്ല കേട്ടോ. എന്നാൽ പിന്നെ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി എടുത്താലോ. ഓർഡറും ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു 3 ഡ്രീം കേക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്പഞ്ച് റെഡിയാക്കണം. 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി കൊടുത്തതിന് ശേഷം ഒരു 2-3 തവണ അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അടുത്തതായിട്ടൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആകുന്നത് വരെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ഒരു 3 കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. 1 kgയുടെയും 1/2 kgയുടെയും പിന്നെ ഒരു മിനി ടോട്ട് കേക്കും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 3 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ള ഒരളവാണ് കേട്ടോ ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഒരു കേക്ക് മതിയെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കറക്റ്റ് അളവുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ. ആ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ മിക്സാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. തിളച്ചപൊടി നല്ല ചൂടോട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പാലാണ്. 1/2 കപ്പ് 125 ml ആണ്. അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35-40 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡ്രീം കേക്കിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കിഡിലും ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ദേ ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കേക്കിനെ നമുക്കൊന്ന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു സ്പെഷ്യൽ ഷുഗർ സിറപ്പ് റെഡിയാക്കാം കേട്ടോ. ഞാനൊരു 3/4 കപ്പ് അളവിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഇതുപോലെ ഒരു 5 രൂപയുടെ ബൂസ്റ്റ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാരമൽ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരമൽ സോസിന് പകരം നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹണി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം, അതായത് പാല് തിളച്ച് ആറിയതിന് ശേഷം മാത്രം ഹണി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. സ്പഞ്ച് കേക്കിനെ ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡ്രീം കേക്ക് ബോക്സിൻ്റെ അളവിൽ ഇതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ 3rd ലെയറായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു പാനിലേക്ക് ഒഴിച്ച് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ചൂടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ. കുറച്ച് സമയമൊന്നും വെച്ചതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മിക്സ് ആക്കിയത് നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായി നല്ല ഗ്ലേസിങ്ങോട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ന്യൂട്ടല്ലയാണ്. ന്യൂട്ടല്ല ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര കേക്കിന് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ന്യൂട്ടല്ലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
ഇത് നമ്മുടെ രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് മൂസാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ മുമ്പേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള ബൂസ്റ്റിൻ്റെ പകുതി കൂടി വിപ്പിംഗ് ക്രീമിൽ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കാരമൽ സോസ് 1/4 കപ്പും പിന്നെ നമ്മുടെ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ന്യൂട്ടെല്ലയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കുവാണ്. കാരമൽ സോസിന് പകരം ഇതിലേക്ക് നമുക്ക് ഹണി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയറും രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 3 ടിന്നും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മുടെ കേക്കിനെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. പാലും പഞ്ചസാരയും കാരമൽ സോസും ബൂസ്റ്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഷുഗർ സിറപ്പാണ്. ഇത് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് മൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു ഡ്രീം കേക്ക് ആണെങ്കിലും ഏത് കേക്കാണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നല്ല റിച്ചായിട്ട് നല്ല ക്വാളിറ്റിയിലൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അവർ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ തരും, അല്ലെങ്കിൽ അവർ നമ്മുടെ കേക്കിനെ പറ്റി മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടണത്. അല്ലാതെ നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ട്രിക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് ആ ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടൊക്കെ ആ ഒരു ചോക്ലേറ്റ് മൂസ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവേ. ഈ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് മൂസിന് മുകളിലേക്ക് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡയറി മിൽക്കിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുക്കുവാണ്. ആ ഡയറി മിൽക്കൊക്കെ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ഡയറി മിൽക്കും അതുപോലെ നട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കേക്കിന്. അങ്ങനെ ഡയറി മിൽക്കിൻ്റെ പീസൊക്കെ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ലെയർ ഒഴിച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, ന്യൂട്ടെല്ലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് ഗനാഷ് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ മൂന്നാമത്തെ ലെയർ റെഡിയായി. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒട്ടും പിശുക്കില്ലാതെ നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും ആണ് ഇട്ട്. അങ്ങനെ 3 ടിന്നിലും 3 ലെയർ വരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 4-5 ലെയറും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4-5 ലെയറിന് വേണ്ടിയിട്ട് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും 1 കപ്പ് മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട് കേട്ടോ. മിൽക്ക് ചോക്ലേറ്റിലേക്കും 1/2 കപ്പ് ചൂട് വിപ്പിംഗ് ക്രീം, വൈറ്റ് ചോക്ലേറ്റിലേക്കും 1/2 കപ്പ് ചൂട് വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ലെയറും കൂടി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1, 2, 3 ലെയറായി. 4ാമത്തെ ലെയറായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഓരോ ലെയറും നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അടുത്തടുത്ത ലെയറുകൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ചോക്ലേറ്റൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റാവും. അപ്പോൾ ഓരോ ലെയറും സെറ്റായിട്ട് മാത്രം അടുത്തടുത്ത ലെയറുകൾ ഒഴിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായിട്ട് ആകെ കുളമാകും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷേ ഞാൻ ഓരോ ലെയറും സെറ്റായിട്ട് മാത്രമാണ് കേട്ടോ അടുത്തടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 5ാമത്തെ ലെയറായിട്ട് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാവേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയത് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ തട്ടി പൊട്ടിച്ച് കഴിക്കുന്ന രീതിയിലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ചോക്ലേറ്റും ക്രീമും കൂടെ വെച്ചിട്ട് നല്ല സ്മൂത്തി ആയിട്ടിരിക്കുന്ന രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 എണ്ണത്തിലും മിൽക്ക് ചോക്ലേറ്റും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ ഒട്ടും പറ്റില്ലാത്തവർക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്ത് കുറച്ച് എഡിബിൾ ബോൾസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഈ ഒരു ഡ്രീം കേക്ക് സെയിൽ ചെയ്യുമ്പോൾ പ്രീമിയം ചോക്ലേറ്റ്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മളെടുക്കുന്ന ചോക്ലേറ്റിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ റേറ്റ് അനുസരിച്ച് നമുക്ക് 1 kgക്ക് പ്രീമിയം ചോക്ലേറ്റ്സ് ആണെങ്കിൽ നമുക്ക് 1600 രൂപ 1 kgക്ക് വാങ്ങിക്കാവുന്നതാണ്. 1600, 1500 റേറ്റൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ 1 kg കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പി, നമ്മുടെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഡ്രീം കേക്ക് ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.